യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിരെ ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിരെ ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാനറിയും, തന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലാ. ഒന്നു ഞാനറിയും, തന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി.
പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യേശുവിൻ്റെ കൂടെയുള്ള യാത്ര അത് എത്ര ആനന്ദമാണ്. കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന വ്യക്തിയോട് ചോദിച്ചാൽ മതി, പിന്നെ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. കാരണം ആ ഹൃദയത്തിൽ നിന്ന് തുടിക്കുന്ന സ്നേഹം എൻ്റെ ഭയത്തെ പുറത്താക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര. വിശുദ്ധ തിരുവെഴുത്തുകളിൽ മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന് 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറിയതുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഒരു സന്ധ്യായാമത്തിങ്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എഴുന്നേൽക്ക, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഒരു യാത്രയ്ക്കായി വിളിക്കുന്നത് യേശു ആണെങ്കിൽ ഈ യാത്രയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്, ഈ യാത്രയ്ക്ക് ഒരു നന്മയുണ്ട്. വിശുദ്ധ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അവർ പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റും അവർ പ്രതീക്ഷിക്കാത്ത തിരമാലകളും അവരുടെ യാത്രയിൽ അവരെ ആക്രമിച്ചു. അവരുടെ പടക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ശബ്ദം കേട്ട്, അവൻ്റെ വചനം കേട്ട്, അവൻ്റെ വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടും അവനോടൊപ്പം നിങ്ങൾ യാത്ര ആരംഭിച്ചിട്ടും എന്താണ് ഈ കൊടുങ്കാറ്റുകൾ, എന്താണ് ഈ പേമാരികൾ, എന്താണ് ഈ തിരമാലകൾ, പ്രതിസന്ധികൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ എനിക്ക് ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ. ഈ കൊടുങ്കാറ്റുകളുടെ നടുവിലും, ഈ പേമാരിയുടെ നടുവിലും, ഈ വെല്ലുവിളിയുടെ നടുവിലും, ഈ തിരമാലകളുടെ നടുവിലും നിന്നെ വിളിച്ചവൻ നിന്റെ പടകിൽ തന്നെയുണ്ട്. ബൈബിൾ പറയുന്നു, ശിഷ്യന്മാർ നിലവിളിച്ചു, യേശു അമരത്തുറങ്ങുകയായിരുന്നു. ബൈബിൾ വ്യക്തമാക്കുന്നു, അവൻ ഉണർന്നു, അവൻ എഴുന്നേറ്റു. കൊടുങ്കാറ്റിന്റെ ശബ്ദത്തിന് യേശുവിനെ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. തിരമാലകളുടെ ആർത്തലയ്ക്കുന്ന ശബ്ദങ്ങൾക്ക് യേശുവിനെ ഉണർത്തുവാൻ സാധിച്ചില്ല. ഉപ്പിന്റെ പത മുടി മുതൽ പാദം വരെ ഒഴുകിയിറങ്ങിയിട്ടും വള്ളത്തിൽ വെള്ളം കയറിയിട്ടും യേശുവിനെ വെള്ളത്തിനോ തിരമാലകൾക്കോ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ശിഷ്യന്മാരുടെ കരച്ചിൽ, ശിഷ്യന്മാരുടെ നിലവിളി അവനെ ഉണർത്തി. ആർത്തലയ്ക്കുന്ന തിരമാലകൾക്ക് ശിഷ്യന്മാരുടെ നിലവിളിയേക്കാൾ വലിയ ശബ്ദമില്ലേ? അടിച്ചുണരുന്ന കാറ്റുകൾക്ക് ശിഷ്യന്മാരുടെ കരച്ചിലിനേക്കാൾ വലിയ ശക്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. തിരമാലകൾക്കുണർത്തുവാൻ കഴിയാത്ത ക്രിസ്തുവിനെ, കൊടുങ്കാറ്റുകൾക്കുണർത്തുവാൻ കഴിയാത്ത ക്രിസ്തുവിനെ ശിഷ്യന്മാരുടെ നിലവിളി ഉണർത്തിയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തിരമാലകളേക്കാൾ ശക്തിയുണ്ട്. നിങ്ങളുടെ നിലവിളിക്ക് കൊടുങ്കാറ്റുകളേക്കാൾ ശക്തിയുണ്ട്. യേശു കർത്താവ് ആ കണ്ണുനീരിന്റെ മുൻപിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ ഉണരുകയാണ്. ബൈബിൾ പറയുന്നു, അവൻ കാറ്റിനെ ശാസിച്ചു, അവൻ കടലിനോട് ശാന്തമാകുവാൻ കൽപ്പിച്ചു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരിയോട്, സഹോദരനോട്, മാതാപിതാക്കളോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, കർത്താവാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, എഴുന്നേൽക്കുക എന്ന് യേശുവാണ് പറഞ്ഞതെങ്കിൽ, യേശുവിൻ്റെ കൂടെയുള്ള യാത്രയാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ, നിങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി കാറ്റല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി കടലല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി ഈ ലോകത്തിലെ ഒന്നുമല്ല, നിങ്ങളെ വിളിച്ച യേശു തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസത്തോളം എന്നെ കാക്കുവാൻ അവൻ ശക്തനാണ്. ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ മനസ്സു തകർന്നുകൊണ്ട് എന്നെ കാണുന്ന പ്രിയ മകളോട് കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഈ ദിവസങ്ങളിൽ നിന്റെ നേരെ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക്
നിന്റെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും അത്ര ശക്തിയില്ല. നിന്റെ നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾക്ക് നിന്റെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും അത്രയും ശക്തിയില്ല. ഇതിനെ മുഴുവൻ അതിജീവിക്കുന്ന ശക്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവത്തോട് യാചിക്കുന്നവനെ മനുഷ്യരോട് യാചിക്കുവാൻ ദൈവം വിടുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചവനെ ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ അവൻ അനുവദിക്കുന്നില്ല. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന, ജീവിതമെന്ന പടകിൽ ക്രിസ്തുവുള്ള നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളോട് കർത്താവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവം വലിയൊരു ജയം, വലിയൊരു വിടുതൽ ഈ സാഹചര്യത്തിന്റെ മേൽ അയക്കാൻ പോവുകയാണ്. അൻപേറുന്ന ആ കരങ്ങളാൽ നിങ്ങളെ അത്ഭുതകരമായി അവൻ നടത്തും. മാധുര്യമേറുന്ന തൻ്റെ മൊഴികളാൽ അവൻ നിങ്ങളെ സ്നേഹത്തോടെ ആ മൊഴികൾ തന്ന്, വചനങ്ങൾ തന്ന് പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെ മറുകരയിലെത്തിക്കും. ഒരിക്കലും പാതി വഴിയിൽ നിങ്ങൾ തകർന്നു പോകില്ല. ഇതൊരു പ്രവചന ശബ്ദമാണ്. ഒരിക്കലും പ്രിയ മകളെ, പ്രിയ മകനെ, നീ പാതി വഴിയിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഏത് ലക്ഷ്യത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചിറക്കിയോ, ഏത് മറുകരയിലേക്ക്, ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ വിടുവിക്കുവാനാണ് ഈ യാത്രയെങ്കിൽ ആ ദൗത്യം നിർവഹിച്ചിരിക്കും, മറുകരയിൽ എത്തിയിരിക്കും, ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും. കാറ്റും തിരകളും വള്ളവും വെള്ളവും ഒന്നുമല്ല നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തി. നിന്നെ വിളിച്ച് നിന്റെ ജീവിതമെന്ന അമരത്ത് വിശ്രമിക്കുന്ന, നിന്റെ ജീവിതമെന്ന അമരത്ത് നിൽക്കുന്ന ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തിന്റെ നൗകയെ നയിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമാണ്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ